സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് മാസം തോറും 1600 രൂപ വിതരണം ചെയ്യുന്ന സാമൂഹിക ക്ഷേമ സുരക്ഷാ പെൻഷൻ. സർക്കാർ സഹായത്തോടെ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്തെ കുടിശ്ശികകൾ തീർത്ത് അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഫണ്ട് വിതരണം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ 3 മാസത്തെ സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷനായ 4800 രൂപ വീതം പെൻഷൻ വാങ്ങുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിൽ വാങ്ങുന്നവർക്ക് കൈകളിലും എത്തിക്കഴിഞ്ഞു. കൂടാതെ ഏപ്രിൽ മാസത്തെ 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള തീരുമാനങ്ങളാണ് ഏറ്റവും പുതിയ അറിയിപ്പായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഇന്ധന മദ്യ സെസ്സുകൾ പിരിക്കുന്നുണ്ടെങ്കിൽ പോലും കടമെടുത്താണ് മിക്കപ്പോഴും പെൻഷൻ വിതരണം ചെയ്യുന്നത്. വിവിധ സെസ്സുകളിലൂടെ പിരിക്കുന്ന 700 കോടി രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ തികയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലയിൽ നിന്നും കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. റിസർവ് ബാങ്ക് വഴിയും സഹകരണ ബാങ്ക് വഴിയും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും 2 മാസത്തെ സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ ഉടൻ വിതരണം ചെയ്യും. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ, ശമ്പളം, പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി 3000 കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി ഇപ്പോൾ കേന്ദ്രത്തിന് ലഭ്യമായിട്ടുണ്ട്. ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ഡിസംബർ, ജനുവരി എന്നീ 2 മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.